ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മെത്തേഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നൊരു ബർഗർ മെത്തേഡും ഒന്നൊരു വാവ് മെത്തേഡും. അപ്പോൾ എന്താണ് ബർഗർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സംഭവം കണ്ടു, ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ആ ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും? പലപ്പോഴും പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് കേൾക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? നമ്മൾ ഭൂരിഭാഗം പേരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിൽ സംശയമുള്ള, അത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ സഹായിക്കുന്ന കിടിലൻ ഒരു മെത്തേഡാണ് ബർഗർ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് തുടർന്ന് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയ കാര്യം നമ്മൾ പല വീഡിയോകളായിട്ട് പറയുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബർഗർ മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. ബർഗർ മെത്തേഡിന് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ അഞ്ച് ലെയറാണ് വരുന്നത്. 5 ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ താഴെയും 2 ലെയർ. ഒന്നാമത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ലെയറും, രണ്ടാമത്തത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ പറയുന്നത് ഒരു ക്ലോസിംഗ് ലെയറുമാണ് വരുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ലെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊരു ട്രിപ്പ് പോയി, നമ്മളൊരു ബീച്ചിലേക്ക് ട്രിപ്പ് പോയ കാര്യം നമ്മളൊരു ഫേസ്ബുക്കിൽ പോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരനോട് ബീച്ചിലേക്ക് പോയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നുണ്ടാവുക, ആളെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബീച്ചിൽ പോയിട്ടോ, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു, വണ്ടർഫുൾ, ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ, അടിപൊളിയായിരുന്നു നമ്മൾ പറയും. നമ്മൾ പൊതുവെ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അതേ ഒരു ഫീൽ അത് കേൾക്കുന്ന നമ്മുടെ കൂട്ടുകാരന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടുകാരന് നമ്മൾ പോയ ഒരു ഫീല് കിട്ടിയിട്ട് അവനും അവിടേക്ക് പോകണമെന്ന് തോന്നുന്ന തരത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്നൊക്കെ അവന് ഫീൽ ചെയ്യുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഏറ്റവും ഹുക്കിംഗ് ആയിട്ടുള്ള ഒരു ഹുക്കിംഗ് എലമെൻ്റാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അതായത് നമ്മൾ ആളിയാ നമ്മളവിടെ പോയ സമയത്തുണ്ടല്ലോ ഒരു 5-6 ഡോൾഫിനുകൾ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ചാടി ഏകദേശം നമ്മൾ ഒരു ട്രിപ്പ് കഴിയുന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ കൂട്ടുകാരനൊരു ഒരു സംഭവം ഹുക്കായി അവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ പറയാൻ പോകുന്നത്. എന്തോ ഒരു സംഭവമാണ്, അടിപൊളി സംഭവം, ഒരു എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി അവൻ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളാണ് അവൻ പറയാൻ പോകുന്നത്. അപ്പോൾ യെസ്, കേട്ട് നോക്കാം എന്താ പറയുന്നത്. അപ്പോൾ ഒരു അറ്റൻഷൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആളുകളുടെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് വായിക്കുന്ന ആളുകൾക്ക് യെസ് എന്തോ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അവരത് വായിക്കാനും അല്ലെങ്കിൽ ആ വീഡിയോ തുടർന്ന് കാണുവാനും ചാൻസ് ഉണ്ട്. ഇനി 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സ്റ്റേജിൽ വരേണ്ടത് നമ്മൾ അവിടെ പോയപ്പോഴുള്ള സംഭവങ്ങൾ, നമ്മൾ യാത്ര തുടങ്ങിയത്, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന കാര്യങ്ങൾ, നമ്മൾ അവിടെ കണ്ട ഗെയിംസ്, ആക്ടിവിറ്റീസ്, ബീച്ചിലുണ്ടായിരുന്ന വാട്ടർ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ, അവിടെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അവിടെ നമ്മൾ എന്താ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അവിടെ കണ്ട എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഓപ്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നൊരു പോലെ കാണും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു ഹുക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് നമ്മൾ അവരെ നമ്മുടെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം പറയേണ്ട ഒരു സ്റ്റേജാണ് കൺക്ലൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ഇത്രയും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും കിടിലനായിട്ടുള്ള, ഇത്രയും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്നുള്ള പോലെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് വാവ് വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ 2 മെത്തേഡ് പറയുന്നുണ്ട്, ഒന്ന് ബർഗർ മെത്തേഡും ഒന്ന് വാവ് വേർഡ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ വാവ് വേർഡ്സിന്റെ മെത്തേഡാണ് ഈ 2ാമത്തെ സ്റ്റേജിൽ വരുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുമ്പോൾ, നമ്മൾ സിനിമയുടെ ക്ലൈമാക്സ് നന്നായി കഴിഞ്ഞാൽ സിനിമ നന്നായി എന്ന് പറയുന്നത് പോലെ നമ്മൾ കൺക്ലൂഷൻ പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പറയാം വണ്ടർഫുൾ അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ പറയും. ഈ വണ്ടർഫുളും സൂപ്പർ എന്നൊക്കെ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏകദേശം ഒരു 8 വാക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 8 വാക്കുകൾ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞാൽ 2ാമത്തെ മെത്തേഡും ക്ലിയർ ആയി. ഒന്നാമത്തേത് വണ്ടർഫുൾ എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്. 2ാമത്താണ് ബ്യൂട്ടിഫുൾ ക്ലിയർ ആയില്ലേ. 3ാമത്താണ് ഫാന്റാസ്റ്റിക്. 4ാമത്തതാണ് ജോയ്ഫുൾ. 5ാമത്താണ് ഫാബുലസ്. 6ാമത്താണ് സൂപ്പർബ്. 7ാമത്തതാണ് ടെറിഫിക്, അല്ലെങ്കിൽ 8ാമത്തതാണ് ജോയ്ഫുൾ.
അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇത്രയും വാക്കുകൾ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ വാക്കുകളാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 വാക്കുകൾ എടുത്തിട്ട് നിങ്ങൾ കമന്റിൽ ആ ഒരു വാക്ക് വെച്ചിട്ട് ഒരു കിടിലൻ ഒരു സെന്റൻസ് എഴുതും. ഇതുകൊണ്ടാണ് കമന്റ് ചെയ്യണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കമന്റ് വായിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ കമന്റുകൾ വായിക്കും തോറും കൂടുതൽ എക്സാമ്പിൾസ് കാണാനും അവർക്ക് ആ ഇംഗ്ലീഷിന്റെ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാകാനും അവർക്ക് ഇംഗ്ലീഷായിട്ട് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ബർഗർ മെത്തേഡും വാവ് വാക്കുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത കിടിലൻ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.